റിവ്യൂ ബോംബർമാരായിട്ടുള്ള നമ്മുടെ കോക്കുണ്ണിമാർക്ക്. ഇവിടെ ഞാൻ ഈ കോക്കുണ്ണി എന്ന പ്രയോഗം നടത്തുന്നത് ഒന്നോ രണ്ടോ നിരൂപക പുങ്കന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ. കോക്കുണ്ണി എന്ന പ്രയോഗത്തിന് കീഴിൽ ചെറുതും വലുതുമായിട്ടുള്ള സകല നവമാധ്യമ നിരൂപകരും ഉൾപ്പെടും. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറി റിവ്യൂ ബോംബർമാരായിട്ടുള്ള നമ്മുടെ കോക്കുണ്ണിമാർക്ക് കർശനമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പണം വാങ്ങി അനുകൂലമായിട്ടുള്ള നിലയിൽ നിരൂപണം നടത്തുകയും പണം നൽകാത്തവരുടെ സിനിമയ്ക്കു നേരെ പ്രതികൂലമായ അഭിപ്രായം പറയുകയും ചെയ്യുന്നവരാണ് മിക്ക ഓൺലൈൻ നിരൂപകരുമെന്ന് അമിക്കസ് ക്യൂറി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കെതിരെ കേസെടുക്കാൻ നിലവിൽ കോടതിക്ക് കഴിയുകയുമില്ല. കാരണം ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മെയിലിംഗ്, ഇതിൻ്റെ ഒന്നും പരിധിയിൽ ഈ അന്യായം അല്ലെങ്കിൽ നമ്മുടെ നിരൂപക പങ്കന്മാരുടെ രൂപ വാങ്ങിയുള്ള, അതായത് പണം പിടുങ്ങിയുള്ള ഈ നിരൂപണ വ്യഭിചാരം വരുന്നില്ല. അതാണ് പ്രശ്നം. എന്നാൽ ഇതിനെതിരെ പരാതി നൽകാനായി സൈബർ സെല്ലിൽ ഒരു പോർട്ടൽ വേണമെന്ന നിർദ്ദേശം അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ നടീനടന്മാരെയും അണിയറ പ്രവർത്തകരെയും വ്യക്തിപരമായി ആക്രമിക്കുകയും അവർക്ക് അപമാനമാകുന്ന നിലയിൽ ഭാഷ പ്രയോഗിക്കുകയും അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ അവർക്കെതിരെ നടത്തുകയും ചെയ്യുന്നത് തീർച്ചയായും ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശവും അമിക്കസ് ക്യൂറി ഈ കോക്കുണ്ണികൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മകമായിട്ടുള്ള വിമർശനം നടത്തണമെന്ന ഉപദേശവും അമിക്കസ് ക്യൂറി വളരെ ഉദാരമായി കോക്കുണ്ണിമാർക്ക് നൽകി. ക്രിയാത്മകമായിട്ടുള്ള വിമർശനം ഈ കോക്കുണ്ണിമാരെ നല്ല കഥയായി. അതുപോലെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ആദ്യം പറഞ്ഞതൊക്കെ ഈ കോക്കുണ്ണിമാരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പണം നൽകുന്നവരുടെ സിനിമയെ വാഴ്ത്തുക, പണം നൽകാത്തവരുടെ പടങ്ങളെ ഇകഴ്ത്തുക, ഇതൊക്കെ അധർമ്മിയായിട്ടുള്ള ഒരു കോക്കുണ്ണി ഒട്ടും കുറ്റബോധം കൂടാതെ നല്ല കച്ചവട ബുദ്ധിയോടുകൂടി ചെയ്യുന്ന വെറും നിസാരമായിട്ടുള്ള ഒന്നാന്തരം നിരൂപണ പാതകമാണ്. അതുപോലെ നടീനടന്മാരെയും അണിയറ പ്രവർത്തകരെയും ഒക്കെ വിമർശനത്തിന്റെ മറവിൽ അധിക്ഷേപിക്കുന്നതും അവരുടെ വ്യക്തിത്വത്തെയും അഭിമാനത്തെയും ഒക്കെ ഹനിക്കുന്നതുമെല്ലാം കോക്കുണ്ണിമാരുടെ താതസമൃദ്ധിയുടെ അനന്തരഫലമായി സംഭവിക്കുന്ന അബദ്ധമായി അമിക്കസ് ക്യൂറി എന്നല്ല നമ്മൾ ആരും കരുതരുത്. സഹജമായിട്ടുള്ള അവരുടെ നെറുകേടിനോ വകതിരിവില്ലായ്മയ്ക്കോ സംസ്കാര ശൂന്യതയ്ക്കോ പോലും സത്യത്തിൽ അതിൽ പങ്കില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂമിയ സഹോദരങ്ങളുടെ പിറവിക്ക് ആവശ്യമായിട്ടുള്ള രേതസ് സംഭാവന ചെയ്തത് തങ്ങളുടെ കോക്കാണെന്ന് ഓരോ കോക്കുണ്ണിയും വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഭാരതീയ ചലച്ചിത്ര കലയുടെ പിതാവായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെയ്ക്ക്, സാക്ഷാൽ ദാദാ സാഹിബ് ഫാൽക്കെയ്ക്ക് ആവശ്യമായിട്ടുള്ള ചലച്ചിത്ര പാഠം പകർന്നു കൊടുത്തതും താനാണെന്ന ധാരണ ഓരോ കോക്കുണ്ണിയും വെച്ച് പുലർത്തുന്നുണ്ട്. അതിശക്തമായ അഹങ്കാരവും അപാരമായിട്ടുള്ള അറിവില്ലായ്മയും അതുപോലെ ആഴത്തിലുള്ള അജ്ഞതയുടെ അനന്തരഫലമായി ലഭിക്കുന്ന അതിരുകടന്ന ആത്മവിശ്വാസവുമാണ് ഓരോ കോക്കുണ്ണിയെയും നിയന്ത്രിക്കുന്നത്. ഈ സാമാന്യ ബുദ്ധിയുള്ള മണ്ടയിലെ വകതിരിവിന് സ്ഥാനമുള്ളൂ. വകതിരിവുള്ളിടത്തെ വിവേകമുണ്ടാവൂ. വിവേകമുണ്ടെങ്കിലേ തിരിച്ചറിവ് തലയിൽ തലപൊക്കുകയുള്ളൂ. കോക്കുണ്ണിമാരിൽ സാമാന്യ ബുദ്ധി കുറവാണെന്ന് അവരുടെ വിമർശന കലാപ്രകടനം കാണുന്ന ആർക്കും ബോധ്യമാവും. അതുകൊണ്ട് തന്നെ അവരെ തിരുത്താൻ നമുക്ക് കഴിയില്ല. അവഗണിച്ച് അപ്രസക്തരാക്കുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവരുടെ ആരാധക സേന അവരെക്കാൾ ശുഷ്കബുദ്ധരാണ്. അതുകൊണ്ട് കോക്കുണ്ണിമാർ ഇവിടെ വളരെ സുരക്ഷിതരാണെന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ ബൗദ്ധിക ശക്തിയെ ബോധ്യപ്പെടുത്താനായി ഒരു ഉദാഹരണം പോകാൻ പറയാം. ബാലൻ കെ നായർ ബലാത്സംഗിയായി വേഷം അഴിച്ച ഒരു 10 പഴയ സിനിമകൾ ഈ കോക്കുണ്ണിമാരെ കാണിച്ചാൽ ആ സിനിമകളെ അതിസൂക്ഷ്മമായി അവലോകനം ചെയ്തിട്ട് അഖില ലോക ബലാത്സംഗ കലയുടെ ഉപജ്ഞാതാവ് ബാലൻ കെ നായർ ആണെന്ന് ഈ കോക്കുണ്ണിമാർ പ്രസ്താവിച്ചു കളയും. ബാലൻ കെ നായർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് ബലാത്സംഗം എന്ന കലാരൂപത്തെ ലഭിക്കില്ലായിരുന്നു എന്ന് അവർ അഭിപ്രായപ്പെടാനും മടിക്കില്ല. സത്യത്തിൽ അതിനേക്കാൾ അപകടം മറ്റൊന്നാവും. സമുചിതം ബലാത്സംഗ വേലകളിൽ ഏർപ്പെട്ടുകൊണ്ട് കോക്കുണ്ണികളുടെ ആരാധകർ ബാലൻ കെ നായർ ജയന്തി എല്ലാ കൊല്ലവും ആഘോഷ പുരസരം ആചരിക്കാൻ തുടങ്ങും എന്നതാണ് യഥാർത്ഥ അപകടം. അത്രയ്ക്കുണ്ട് കോക്കുണ്ണികളുടെയും അവരുടെ ആരാധക സേനയുടെയും സൈദ്ധാന്തിക തികവ്. ഈ കോക്കുണ്ണിമാരോടാണ് ക്രിയാത്മകമായ നിലയിൽ വിമർശനം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട അമിക്കസ് ക്യൂറി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്നത്. അയ്യോ
ഏതായാലും ഈ കോക്കുണ്ടിമാരുടെ ബൗദ്ധിക പാപ്പരത്വത്തിന്റെ കരുത്ത് പ്രകടമാക്കുന്ന 1-2 ഉദാഹരണങ്ങൾ പോകാൻ പറയാം. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത സിനിമയാണ് അനിമൽ. പല ഭാഷകളിലൂടെ രാജ്യമാകെ ആ സിനിമ വൻ വിജയമായി പടർന്നു. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപോലെ ആ സിനിമ കരസ്ഥമാക്കുകയും ചെയ്തു. നമ്മുടെ കോക്കുണ്ടിമാരുടെ നിരൂപണ കൃത്യത്തിനും ആ അനിമലും വളരെ മൃഗീയമായി ഇരപ്പെട്ടു. നിരൂപകരിലെ മെഗാതാരമായ നമ്മുടെ ഒരു കോക്കുണ്ണി അനിമൽ സിനിമയുടെ എഡിറ്ററെ അതിനിശിതമായി വിമർശിച്ചതാണ് വളരെ കൗതുകമായി പോകാൻ തോന്നിയത്. ഏതാണ്ട് 3.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയായിരുന്നു അനിമൽ. വാങ്ങിയ കാശിനെ പണിയെടുക്കാതെയും സംവിധായകനെ തീരെ മാനിക്കാതെയും എഡിറ്റർ മര്യാദകേട് കാണിച്ചുവെന്നാണ് കോക്കുണ്ണിയുടെ വിമർശനം. അങ്ങേയറ്റം പോയാൽ ഒരു 2 മണിക്കൂറിൽ ഒതുങ്ങേണ്ട സിനിമയെ 3.5 മണിക്കൂർ നേരം തിയേറ്ററിലെ തിരശീലയിൽ ചിലവഴിക്കാൻ അനുവദിച്ചത് സംവിധായകന്റെ പിടിപ്പില്ലായ്മയും അതുപോലെ തന്നെ എഡിറ്ററുടെ പ്രാപ്തികേടുമാണെന്നാണ് കോക്കുണ്ണിയുടെ ന്യായം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അങ്ങനെയാണ്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ സംവിധായകനായിട്ടുള്ള സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെയാണ് ആ സിനിമയുടെ എഡിറ്റർ. ഒരുപക്ഷെ അദ്ദേഹത്തിലെ സംവിധായകന് അദ്ദേഹത്തിലെ എഡിറ്റർക്ക് മേൽ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും സംവിധായകൻ വെക്കുന്ന ഒരു ഫ്രെയിം, അദ്ദേഹം മനസ്സിൽ കാണുന്ന ഒരു കാര്യം, അത് എളുപ്പത്തിൽ കഷ്ണിച്ച് കളയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതൊരു സംവിധായകന്റെ ആ സിനിമയോടുള്ള അദ്ദേഹം വെച്ചിരിക്കുന്ന ഫ്രെയിമിനോടുള്ള, അദ്ദേഹം എടുത്തിരിക്കുന്ന സീൻസിനോടൊക്കെയുള്ള ആ ഒരു പ്രത്യേക സ്നേഹത്തിന്റെ ഫലമായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പകരം മറ്റൊരു എഡിറ്റർ ആയിരുന്നുവെങ്കിൽ കുറെ കൂടി ചിലപ്പോൾ കഷ്ണിച്ചൊരുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും ആ സിനിമ രസിച്ചവർക്ക് ആർക്കും തന്നെ അതിന്റെ സമയ ദൈർഘ്യം എന്ന് പറയുന്നത് അലട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതുപോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും എഡിറ്ററും സംവിധായകനും ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായി സാധിക്കും. സ്ക്രീനിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ ഈ നിരൂപക ശ്രേഷ്ഠന് കഴിഞ്ഞില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റുന്ന ഒരു വിവരമാണ്. അത്ര നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുത പോലും പരിശോധിക്കാനുള്ള ആത്മാർത്ഥതയോ അർപ്പണ ബുദ്ധിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ആ പണിക്ക് കൊള്ളുന്ന ഒരുവനാകുന്നത്? അതുപോലെ തന്നെയാണ് വെള്ളരിപ്പട്ടണം എന്ന് പറയുന്ന സിനിമയുടെ കാര്യവും. കഥാകൃത്തും കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമൊക്കെ ആയിട്ടുള്ള ശ്രീ മഹേഷ് വെട്ടിയാർ ആദ്യമായി സംവിധാന കർമ്മം നിർവഹിച്ചിട്ടുള്ള സിനിമയായിരുന്നു വെള്ളരിപ്പട്ടണം. ആ സിനിമയുടെ ഒരു ആസ്വാദന വിവരണം നമ്മുടെ ഈ ചാനലിലൂടെ പോങ്ങൻ നടത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹസത്തിന് എന്നെ പ്രേരിപ്പിച്ചതും ഈ കോക്കുണ്ണിമാരുടെ സവിശേഷമായിട്ടുള്ള നിരൂപണ പാഠവും തന്നെയാണ്. അതായത് ഒരു ചെറിയ കാര്യം പറയാം. മഞ്ജു വാര്യർ അവതരിപ്പിച്ചിട്ടുള്ള സുനന്ദ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് പോലും നേരെ ചൊവ്വെ എഴുതാൻ അറിയാത്തവരാണ് ഈ സിനിമയുടെ കലാസംവിധായകനും അതുപോലെ തന്നെ നമ്മുടെ ഈ സംവിധായകനും എന്ന് വരെ നിരൂപക വിശാരദന്മാരായിട്ടുള്ള നമ്മുടെ കോക്കുണ്ണിമാർ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് നേര്. ചക്കരക്കുടം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച സുനന്ദയ്ക്കെതിരെ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ചിട്ടുള്ള സുനന്ദ എന്ന് പറയുന്ന കഥാപാത്രത്തിനെതിരായി പതിപ്പിക്കപ്പെട്ട പോസ്റ്ററിൽ സുനന്ദയ്ക്ക് ചന്തിയുടെ ഇന്ത കൊടുത്തത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച കോക്കുണ്ണി അതിനെ ഒരു അക്ഷര പിശകായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ പ്രേക്ഷകരോട് അവതരിപ്പിക്കുകയും ചെയ്തു. അക്ഷരം പോലും അറിയില്ല എന്ന ആത്മകഥത്തോടു കൂടിയാണ് സുനന്ദ ആ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറുന്നത്. അതായത് അക്ഷരപിശക ആരോപിക്കാവുന്ന വിധത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. എന്നിട്ട് പോലും നമ്മുടെ കോക്കുണ്ണി അത് ശ്രദ്ധിച്ചില്ല, അതല്ലെങ്കിൽ ആ കോക്കുണ്ണിക്ക് അത് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു നിരൂപക ശ്രേഷ്ഠനായിട്ടുള്ള ആ കോക്കുണ്ണിക്ക് അതിലെ സാരസ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോധം ആ മനുഷ്യൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. സിനിമയിലെ ഈ സാങ്കല്പിക ഗ്രാമത്തിന് ചക്കരക്കുടം എന്ന പേര് നൽകാനുള്ള വിരുത് കാണിച്ച ഒരു സംവിധായകനെ അളക്കേണ്ടത് ഏത് നാഴിയിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള പ്രാപ്തി നമ്മുടെ കോക്കുണ്ണിമാർക്ക് ഇല്ലാതെ പോയി. സ്വാഭാവികമായും സുനന്ദയ്ക്ക് ചന്തിയുടെ ഇന്ത നൽകിയത് അക്ഷരപ്പിശകായി അവർക്ക് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എങ്കിലും ഇത്രമേൽ പിടിപ്പുകേട് എന്തുകൊണ്ടാണ് ഇവർക്ക് സംഭവിക്കുന്നത്? അതിനൊരു കാര്യമുണ്ട്. സിനിമ കാണാൻ കാഴ്ച ശക്തി മാത്രം പോരാ, ആസ്വാദന സിദ്ധി കൂടി വേണം. ആസ്വാദന സിദ്ധി എന്നാൽ കേവലം ഒരുവന്റെ കാണൽ ശേഷി മാത്രമല്ല, അത് മറ്റു പലതുമാണ്. ചലച്ചിത്ര ആസ്വാദനം എങ്ങനെ എന്നത് ഈ പോങ്ങുമൂടൻ ഉയർത്തുന്ന ഒരു ചോദ്യമല്ല. സുപ്രസിദ്ധ ചലച്ചിത്ര നിരൂപകനായിരുന്ന സാക്ഷാൽ കോഴിക്കോടൻ രചിച്ച ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടാണത്. 1988 സംസ്ഥാന സർക്കാരിന്റെ ബഹുമതിക്ക് അർഹമായിട്ടുള്ള ഒരു പുസ്തകം. ഏതാണ്ട് 2000-ഓളം സിനിമകൾ കണ്ട് അവയെ അവലോകനം ചെയ്ത വെറുമൊരു നിരൂപകൻ മാത്രമായിരുന്നില്ല കോഴിക്കോടൻ. കവിയും ഹാസ്യ സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള ഒരു സർഗസിദ്ധനായിരുന്നു ആ മനുഷ്യൻ. ഈ പോങ്ങന്റെ തലമുറയൊക്കെ കോഴിക്കോടനിലൂടെ സിനിമയെ ആസ്വദിക്കാൻ പഠിച്ചവരാണ്. ഈ കോഴിക്കോടനൊക്കെ വിമർശന കലയായി കൊണ്ടു നടന്നിരുന്ന നിരൂപണത്തെ വിമർശന കൊലയായി, അല്ലെങ്കിൽ വെറി വർണ്ണനയായി, അതുമല്ലെങ്കിൽ വിരോധ വിതരണമായി കോക്കുണ്ണിമാർ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. കോഴിക്കോടൻ സിനിമയുടെ വളർച്ചയ്ക്കായി നിരൂപണത്തെ ആശ്രയിച്ചപ്പോൾ കോക്കുണ്ണിമാർ സ്വന്തം വളർച്ചയ്ക്കായി നിരൂപണത്തെ ഉപയോഗിക്കുന്നു. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബ് ജനിക്കുമ്പോൾ കോഴിക്കോടൻ
മരിക്കാൻ പാകത്തിന് വളർന്നിരുന്നു. അല്ലെങ്കിൽ യൂട്യൂബ് 2ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് തൊട്ടു മുന്നേ കോഴിക്കോടൻ ഇഹലോകവാസം കടന്നുപോയി. യൂട്യൂബിൻ്റെയും മലയാള സിനിമയുടെയും അതുപോലെ തന്നെ വിമർശന കലയുടെയും നഷ്ടമാണത്. കോഴിക്കോടൻ ഇരുന്നിടത്ത് കോക്കുണ്ണിമാർ കയറിയിരുന്ന് കുരയ്ക്കുന്നതിനെ സ്വബോധമുള്ള ചലച്ചിത്ര പ്രേമികൾക്ക് വളരെ സങ്കടത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. ഒന്ന് പറയാം, ഏത് സിനിമയും ഒരു കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നതെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഓരോ സിനിമയും ആവശ്യപ്പെടുന്നുണ്ട്. ആസ്വാദനശേഷിയുടെ ആ ഇലാസ്തികതയാണ് വെറുമൊരു കാണിയിൽ നിന്നും കാഴ്ചക്കാരനെ ആസ്വാദന വൈദഗ്ധ്യമുള്ള ഒരു പ്രേക്ഷകനാക്കി ഉയർത്തുന്നത്. നല്ല സിനിമകൾക്ക് മാത്രമേ കണ്ണുവെക്കാവൂ എന്ന് പറയുന്ന ഒരു വാശി ഒരു ചലച്ചിത്ര പ്രേമിക്കും സത്യത്തിൽ ആവശ്യമില്ല. മോശം സിനിമകളിൽ നിന്ന് പോലും നല്ലതെന്തെങ്കിലും പഠിക്കാനുണ്ടാവും, ആസ്വദിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. കുറഞ്ഞ പക്ഷം ഒരു മോശം സിനിമയെ ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ചലച്ചിത്ര പ്രേമികൾ മുൻവിധികൾ കൂടാതെ സിനിമയെ സമീപിക്കുക. മറ്റൊരാളുടെ ആസ്വാദന ശേഷിയെയോ അതല്ലെങ്കിൽ അഭിപ്രായത്തെയോ ആശ്രയിച്ചുകൊണ്ടാവരുത് ഒരു പ്രേക്ഷകൻ സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളാൻ. ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളാൻ പ്രേക്ഷകനെ സഹായിക്കുക എന്നതല്ല നിരൂപകരുടെ ജോലി. അക്കാര്യം പക്ഷേ നമ്മുടെ കോക്കുണ്ണിമാർക്കും പ്രേക്ഷകർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ഒന്നുപോലെ അറിയില്ല. അതാണ് യഥാർത്ഥ ദുരന്തം അല്ലെങ്കിൽ ദൗർഭാഗ്യം. നിരൂപകർ ഉപകാരികളാവുന്നത് അല്ലെങ്കിൽ നിരൂപകരെ കൊണ്ട് ഉപയോഗമുള്ളത്, നിരൂപകരെ ആവശ്യമുള്ളത് വാസ്തവത്തിൽ ചലച്ചിത്ര പ്രവർത്തകർക്കാണ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ്. അവരുടെ സർഗപ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും കലാപരമായി സിനിമയ്ക്ക് കൂടുതൽ മികവ് പകരാനും സിനിമയുടെ നിലവാരത്തെ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരുവാനും അതിനൊക്കെ വേണ്ട പരിജ്ഞാന സഹായം ചലച്ചിത്ര പ്രവർത്തകർക്ക് നൽകലാണ് വിമർശന കലയുടെ അല്ലെങ്കിൽ വിമർശകരുടെ ധർമ്മം. അപാരമായ അളവിൽ ചലച്ചിത്ര പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ വിമർശന കലാകാരനാവാൻ കഴിയൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ആ പണിക്ക് ഇറങ്ങേണ്ടത്. ഓൺലൈനിലെ നിരൂപക വിശാരദന്മാരായിട്ടുള്ള നമ്മുടെ കോക്കുണ്ണിമാർക്ക് സത്യത്തിൽ ആസ്വാദന വിവരണം നൽകാൻ പോലുമുള്ള പ്രാപ്തിയില്ല. എങ്കിലും അവർ നിരൂപക ശ്രേഷ്ഠരായി ഈ നവകേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നു. അതിനവരെ പഴിക്കാൻ തീർച്ചയായിട്ടും പോകാനില്ല. വർണ്ണാന്ധതയുള്ളവൻ മഴവില്ലിനെ വിലയിരുത്തിയാൽ എങ്ങനെയിരിക്കും? അതിൽ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സപ്തവർണ്ണങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നവന് മാത്രമേ കഴിയൂ. അതുപോലെ കിണറ്റിൽ കിടക്കുന്ന തവളയോട് കടലിനെ പറ്റി പറയുന്നത് തരക്കേടില്ലാത്ത അബദ്ധവുമാവും. കിണറിന്റെ ആഴത്തിനും പരപ്പിനും അപ്പുറത്തൊരു ജലാശയമുണ്ടെന്ന് ഭാവനയിൽ കാണാൻ പോലും കിണറ്റിൽ കിടക്കുന്ന തവളകൾക്ക് കഴിയില്ല. അതുകൊണ്ട് കിണറ്റിലെ തവളയ്ക്ക് കടലിനെ പരിചയപ്പെടുത്താൻ നിൽക്കുന്നത് മണ്ടത്തരമാണ്. കോക്കുണ്ണികളോട് കോഴിക്കോടനെ പറ്റി പറയുന്നത് പോലൊരു മണ്ടത്തരം. എന്നാലും എന്റെ കോടതി ഈ കോക്കുണ്ണിമാരോടൊക്കെ ക്രിയാത്മകമായ നിലയിൽ വിമർശനം നടത്താൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? അതായത് ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശമോ ഉപദേശമോ കൊണ്ട് ഏതെങ്കിലും ഒരു കോക്കുണ്ണി സംസ്കൃതീകരിക്കപ്പെടുമെന്ന തോന്നൽ തീർച്ചയായും ഈ പോകനില്ല. കാരണം ഇവരൊന്നും ഈ നിലയിലേക്ക് വളർന്നത് സ്വന്തം കൗശലം കൊണ്ടോ കഴിവ് കൊണ്ടോ കാര്യശേഷി കൊണ്ടോ ഒന്നുമല്ല. അപാരമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി അബദ്ധം പറയാൻ കഴിയുന്ന ആരെയും ആഘോഷിക്കുന്ന പ്രബുദ്ധ ജനത പോലുമല്ല ഈ കോക്കുണ്ണിമാർക്ക് ഇത്രത്തോളം കരുത്തു നൽകിയത്. ഈ കോക്കുണ്ണിമാർക്ക് ദൃശ്യത നൽകിയത് യഥാർത്ഥത്തിൽ സിനിമാക്കാർ തന്നെയാണ്. സ്വന്തം സ്വാധീനശേഷിയെപ്പറ്റി മതിയായ ധാരണയില്ലാതെ ശ്രീമാൻ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ ഈ അജു വർഗീസുമൊക്കെ ഒരു കോക്കുണ്ണിയെപ്പറ്റി ആവർത്തിച്ചു പറഞ്ഞ് അയാളുടെ മതിപ്പ് വില ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ചലച്ചിത്ര പ്രേമികൾക്കിടയിലുള്ള ആ മനുഷ്യന്റെ മതിപ്പ് വില വല്ലാതെ കണ്ടങ്ങ് ഉയർത്തിക്കൊടുത്തു. അല്ലെങ്കിൽ അയാളുടെ ആസനത്തിന് കാര്യമായ നിലയിൽ ഇവർ കനം പകർന്നു. അവരാദികളെ അവതാരങ്ങളാക്കി ആഘോഷിക്കാൻ സവിശേഷ ശ്രദ്ധ കാണിക്കുന്ന കൂട്ടരാണ് പ്രബുദ്ധ മലയാളികൾ. കനത്ത ആസനം താങ്ങുക എന്നത് അവരുടെ തനത് സ്വഭാവവുമാണ്. ധ്യാൻ ശ്രീനിവാസനാൽ അവതാരമാക്കപ്പെട്ട അല്ലെങ്കിൽ ആസനക്കനം നേടിയെടുത്ത ആ കോക്കുണ്ണിയാണ് ഇന്ന് നവകേരളത്തിലെ നിരൂപക ശ്രേഷ്ഠൻ. അല്ലെങ്കിൽ അയാളുടെ ആസനത്തിന് കാര്യമായ നിലയിൽ ഇവർ കനം പകർന്നു. അവരാദികളെ അവതാരങ്ങളാക്കി ആഘോഷിക്കാൻ സവിശേഷ ശ്രദ്ധ കാണിക്കുന്ന കൂട്ടരാണ് പ്രബുദ്ധ മലയാളികൾ. കനത്ത ആസനം താങ്ങുക എന്നത് അവരുടെ തനത് സ്വഭാവവുമാണ്. ധ്യാൻ ശ്രീനിവാസനാൽ അവതാരമാക്കപ്പെട്ട അല്ലെങ്കിൽ ആസനക്കനം നേടിയെടുത്ത ആ കോക്കുണ്ണിയാണ്
ഇന്ന് നവകേരളത്തിലെ നിരൂപക ശ്രേഷ്ഠൻ. കോങ്ങുണ്ണി ഫാൻസി ഡ്രസ്സൊക്കെ നടത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സിനിമയിലെ നായക വേഷം ചെയ്തിരിക്കുന്ന ആളെ പോലെ അണിഞ്ഞൊരുങ്ങിയൊക്കെയാണ് കോക്കുണ്ണി നിരൂപണ ഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോക്കുണ്ണി തിരുവായ തുറക്കുന്നതും കാത്ത് ജനലക്ഷങ്ങൾ അയാളുടെ ചാനലിൽ മണിയടിച്ച് കാത്തുകിടപ്പുണ്ട്. ധ്യാനെ പോലുള്ള ആളുകൾ സംഭാവന ചെയ്തതാണ് ആ കാണികളെ. കോക്കുണ്ണിയുടെ വായ വാഴ്ത്തുപാട്ടോടുകൂടി തുറന്നാൽ സിനിമ വിജയിക്കും. കോക്കുണ്ണിയുടെ തിരുവായ ഒരു സിനിമയ്ക്ക് നേരെ പരിഹാസ ശരങ്ങളാണ് തൊടുക്കുന്നതെങ്കിൽ ആ പടം പരാജയപ്പെടും. ചുരുക്കി പറഞ്ഞാൽ, ഒരു സിനിമ പരാജയപ്പെടണോ ഒരു സിനിമ വിജയിക്കണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് ഇന്ന് കോക്കുണ്ണിയാണ്. സിനിമാക്കാർ തന്നെ ആണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. പ്രേക്ഷക പൊട്ടന്മാരോട് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നവകേരളത്തിലെ ചലച്ചിത്ര നടപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഹാസ്യവും ഹിംസയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ഇത്തരം കോക്കുണ്ണിമാരോട് ക്രിയാത്മകമായ നിലയിൽ വിമർശനം നടത്തണം എന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞതിനോട് മാത്രമേ പോങ്ങനെ വിയോജിപ്പുള്ളൂ. സാധിക്കില്ല. ക്രിയാത്മകമായിട്ടുള്ള വിമർശനം നടത്താനുള്ള ഒരു സിനിമാ പരിചയവും ചലച്ചിത്ര പാണ്ഡിത്യവും ഒരൊറ്റ കോക്കുണ്ണിക്കുമില്ല. അല്ലെങ്കിൽ ക്രിയാത്മകമായ നിലയിൽ വിമർശനം നടത്താൻ കഴിയുന്ന നിലയ്ക്ക് ചുരുങ്ങിയതല്ല ചലച്ചിത്ര പരിജ്ഞാനത്തിലുള്ള അവരുടെ പിടിപ്പില്ലായ്മ എന്ന കാര്യം അമിക്കസ് ക്യൂറി മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു പരാതി. നവകേരളവാസികൾ എന്ന നിലയിൽ കോക്കുണ്ണിമാരുടെ ധാർമ്മിക മൂല്യത്തിലെ കമ്മി നില നമുക്ക് ഒരു പരിധിവരെ സഹിക്കാം. അധിക്ഷേപിക്കാനും അസഭ്യം പറയാനും അഹങ്കാരത്തോടെ അസംബന്ധം പുലമ്പാനുമൊക്കെയുള്ള അവരുടെ കാര്യശേഷിയെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാം. എന്നാൽ ചലച്ചിത്ര പരിജ്ഞാനത്തിലുള്ള അവരുടെ പിടിപ്പില്ലായ്മയെ ആരും ചെറുതായി കാണരുത്. ക്യാമറാമാൻ വൃത്തിക്ക് പണിയെടുത്തു. സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ളവരുടെ വിയർപ്പ് പാഴായില്ല. എഡിറ്റിംഗ് ഒരു അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. ഇന്റർവെൽ പഞ്ച് അത്രയ്ക്കങ്ങ് നന്നായില്ല. സെക്കൻഡ് ഹാഫിലെ ലാഗിനേക്കാൾ ഫസ്റ്റ് ഹാഫിലെ ലാഗ് ആയിരുന്നു കൂടുതൽ നല്ലത്. ക്ലൈമാക്സിലെ ട്വിസ്റ്റുകൾക്കിടയിൽ ഒരു 2-3 ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ പടം വേറെ ലെവലാകുമായിരുന്നു. പാട്ടിനിടയിൽ ഗായികയുടെ തൊണ്ടയിൽ നിന്നും 1-2 വെള്ളി വീണത് വളരെ നന്നായി. പടം സീനാണ് മോനെ. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരം പുലമ്പലുകളാണ് മഹത്തായിട്ടുള്ള നിരൂപണം എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. വാങ്ങുന്ന പണത്തിനനുസരിച്ച് അല്ലെങ്കിൽ ലഭിക്കാത്ത പണത്തിനനുസരിച്ച് നിരൂപണ പദങ്ങൾ മാറ്റിക്കൊണ്ട് സിനിമയോടുള്ള സമീപനം നിശ്ചയിക്കുന്ന ഇത്തരം കോക്കുണ്ണിമാരെ വിശ്വസിച്ചുകൊണ്ട് ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനം കൈക്കൊള്ളുന്ന പ്രേക്ഷകരുള്ള നാടാണിത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ന്യായാധിപന്റെ വിധിക്കുമൊന്നും രക്ഷിക്കാൻ കഴിയുന്ന അപകടത്തിലല്ല നമ്മുടെ വിമർശന കല ചെന്നുവിട്ടിരിക്കുന്നത്. സ്വന്തം ആസ്വാദനശേഷി കോക്കുണ്ണിമാർക്ക് മുന്നിൽ അടിയറ വെച്ചിട്ട് ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളാൻ അവരുടെ തിരുവായ തുറക്കുന്നതും കാത്തിരിക്കുന്ന ഗൂഗിളാനന്തര കേരളത്തിലെ ഗൈക്കളും ബ്രോക്കളുമാകുന്ന പ്രേക്ഷക സമൂഹത്തിന്റെ തലയിൽ വെളിവ് വീഴാത്ത കാലത്തോളം കോക്കുണ്ണികളുടെ നിരൂപണ ഹത്യ ഇവിടെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വിവേകം എന്നത് നമ്മുടെ സാമൂഹ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ പൗരന്മാർക്ക് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ പ്രതിരോധ ശേഷി ഇല്ലാതായാൽ തീർച്ചയായിട്ടും നാശമാണ് ഫലം. കോക്കുണ്ണികളാകുന്ന നിരൂപണ രോഗാണുക്കൾക്ക് ആധിപത്യമുണ്ടായത് പ്രേക്ഷക സമൂഹത്തിന്റെ വിവേകമാകുന്ന പ്രതിരോധശേഷി തകർന്നു പോയതുകൊണ്ടാണ്. ഒരു രോഗാണുവും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ മാനിച്ചുകൊണ്ട് നന്നാവുകയില്ല. പ്രതിരോധശേഷിയാകുന്ന വിവേകത്തെ വളർത്താനുള്ള ബുദ്ധി പ്രേക്ഷക സമൂഹം കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാണ് അതിന്റെ മരുന്ന്. അല്ലെങ്കിൽ പ്രബുദ്ധ കൂപമണ്ടൂകങ്ങളായി നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിയുക. എന്തായാലും സാക്ഷാൽ കോഴിക്കോടൻ ഇരുന്നിരുന്നിടത്ത് കോക്കുണ്ണിമാർ കയറിയിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് മലയാള സിനിമ, അതല്ലെങ്കിൽ വിമർശന കല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതുവഴി ഉണ്ടാകുന്നുണ്ടോ അതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഉറപ്പായും കോഴിക്കോടൻ ഇരുന്നിരുന്നിടത്ത് കോക്കുണ്ണിമാർ ഇരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരേ ഒരു കാര്യം മാത്രമേ പോകാൻ അഭ്യർത്ഥിക്കാനുള്ളൂ. മലയാള ചലച്ചിത്ര പ്രേമികൾ, നിങ്ങൾ ദയവായി
ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനമെങ്കിലും കൈക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം എടുക്കണം. നിങ്ങളുടെ ആസ്വാദന ശേഷിയെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാക്കണം. നിങ്ങൾ അതിനോട് നീതി കാണിക്കണം. നിങ്ങളുടെ ആസ്വാദന ശേഷി നിങ്ങൾ വിശ്വസിക്കണം, അതിനെ മാനിക്കണം. ഒരു കോക്കുണ്ണിയും നിങ്ങളുടെ പണം ലാഭിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന നിരൂപണ ഹത്യയുമായി ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ സേവനമൊന്നുമല്ല ഇവരുടെ നിരൂപണ ഹത്യ എന്ന് പറയുന്നത്. വലിയ സമ്പത്തുണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവർ. സമ്പത്തുണ്ടാക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അത് വേണം. നിങ്ങൾ ചെയ്യേണ്ടത്, അവർ പണമുള്ളവരായിട്ട് അല്ലെങ്കിൽ അവർ ഇതുകൊണ്ട് ഉപജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്ര സ്നേഹം നിങ്ങൾക്ക് അവരോടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അവർ നടത്തുന്ന ഈ നിരൂപണ ഹത്യയെ ഒരു വിമർശന കലാപ്രകടനമായി മാത്രം കണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കുക. പക്ഷേ തീരുമാനം കൈക്കൊള്ളേണ്ടത്, സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം അതൊരിക്കലും അവരുടെ വാക്ക് കേട്ടുകൊണ്ടാവരുത് നിങ്ങൾ കൈക്കൊള്ളേണ്ടത്. നിങ്ങളുടെ എല്ലാം പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പണം മുടക്കി പോയി സിനിമ കണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം, നല്ലതാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ, ചീത്തയാണെങ്കിൽ നിങ്ങളുടെ പണം കൈവശം ഇരിക്കട്ടെ എന്ന് പറയുന്ന നിരൂപണ തട്ടിപ്പുകാർ അവർ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തരം താണു പോകരുത്. ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനമെങ്കിലും കൈക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം, തീർച്ചയായിട്ടും അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ ആസ്വാദന ശേഷി നിങ്ങൾ വിശ്വസിക്കുക. അത്രേ പോകാൻ പറയുന്നുള്ളൂ. വിഡ്ഢികളാവരുത്.